ഹായ് മക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് ഹൈഡ്രോ കാർബൺ എന്ന ചാപ്റ്ററാണ് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്ന് നോക്കിക്കാണുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഹൈഡ്രോ കാർബണിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു വീഡിയോ നമ്മുടെ A to Z ഓർഗാനിക് കെമിസ്ട്രി സീരീസിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമാണ് ഞാനിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നും പഠിച്ചിട്ടില്ലാത്തവർക്ക് ഇനി പഠിക്കൽ നിർബന്ധമായ കാര്യങ്ങൾ ഇതൊക്കെയാണ്. എല്ലാം പഠിച്ചവർക്ക് ഇതെല്ലാം ഓർമ്മയുണ്ട് എന്നൊന്ന് ഉറപ്പുവരുത്തുക. കൂടുതൽ ഡയലോഗ് അടിക്കുന്നില്ല, പെട്ടെന്ന് ക്ലാസ്സിലേക്ക് പോകാം. ഹൈഡ്രോ കാർബൺസിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കിതിൽ പഠിക്കാനുള്ള 4 പേര്, ഒന്ന് ആൽക്കെയിൻ, മറ്റൊന്ന് ആൽക്കീൻ, മറ്റൊന്ന് ആൽക്കൈൻ ആൻഡ് ലാസ്റ്റ് വൺ ബെൻസീൻ. ഈ 4 പേരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. കുഞ്ഞുങ്ങളെ, ആൽക്കെയിൻ എന്നതിനെ പാരഫീൻസ് എന്ന് പേര് വിളിക്കാറുണ്ട്. ഈ പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. പാരഫീൻസ്. ആൽക്കീൻസിനെ ഒളിഫീൻസ് എന്നും പേര് വിളിക്കാറുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി നമ്മൾ അതിൽ ഫസ്റ്റ് സംസാരിക്കുന്നത് ഫിസിക്കൽ സ്റ്റേറ്റിനെയാണ്. എടാ, ഒരു കോമ്പൗണ്ടിൻ്റെ പേര് കേട്ടാൽ അത് സോളിഡ് ആണോ, ലിക്വിഡ് ആണോ, ഗ്യാസ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? കുഞ്ഞുങ്ങളെ, കാർബണിൻ്റെ എണ്ണം നോക്കിയാൽ മതി. കാർബണിൻ്റെ എണ്ണം 1 മുതൽ 4 വരെ ആൾ ഗ്യാസ് ആയിരിക്കും. മീഥൈൻ, ഈഥൈൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ ഗ്യാസ് ആയിരിക്കും. 5 മുതൽ 17 വരെ കാർബണിൻ്റെ എണ്ണമുള്ളവരെല്ലാം ലിക്വിഡ് ആയിരിക്കും. 18നും അതിനേക്കാൾ കൂടുതലുള്ളവനും സോളിഡ് ആയിരിക്കും. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഫിസിക്കൽ സ്റ്റേറ്റ് ചോദിച്ച് കാണാറുണ്ട്. ബോയിലിംഗ് പോയിന്റ് മസ്റ്റ് ട്രൈ ഐറ്റമാണ്, നിർബന്ധമായും പഠിക്കണം. ബോയിലിംഗ് പോയിന്റിൽ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം, ബോയിലിംഗ് പോയിന്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് കാർബൺ എന്നതാണ്. ഇതാണ് ഫസ്റ്റ് റൂള്. ബോയിലിംഗ് പോയിന്റിൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനുള്ള ഫസ്റ്റ് റൂൾ ഇതാണ്. ബോയിലിംഗ് പോയിന്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് കാർബൺ. അപ്പോൾ 2 കോമ്പൗണ്ടിൽ കാർബണിൻ്റെ എണ്ണം സെയിം ആണെങ്കിലോ, ഇഫ് നമ്പർ ഓഫ് കാർബൺ സെയിം, കാർബണിൻ്റെ എണ്ണം സെയിം ആണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ബ്രാഞ്ച്. പഠിച്ചു വെച്ചോ, ബോയിലിംഗ് പോയിന്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ബ്രാഞ്ച്. ബ്രാഞ്ചിൻ്റെ എണ്ണത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. നമുക്കതുമായി ബന്ധപ്പെട്ട് 2 എക്സാമ്പിൾസ് ഒന്ന് ചെയ്തു നോക്കാം. മോനെ, CH3 CH2 CH3 എന്ന് പറയുന്ന പ്രൊപ്പൈനും CH3 CH2 CH2 CH3 എന്ന് പറയുന്ന ബ്യൂട്ടൈനും. കുഞ്ഞുങ്ങൾ എന്നോട് പറ, ഇതിൽ ആർക്കാ ബോയിലിംഗ് പോയിന്റ് കൂടുതൽ? കാർബണിൻ്റെ എണ്ണം കൂടുതലുള്ള ഭാഗം, അതായത് ഇവനാണ് ബോയിലിംഗ് പോയിന്റ് കൂടുതലുണ്ടാവുക. ക്ലിയർ അല്ലേടാ? അപ്പോൾ ബോയിലിംഗ് പോയിന്റ് ആർക്കാ കൂടുതൽ എന്ന് വെച്ചാൽ ആദ്യം നോക്കേണ്ടത് കാർബണിൻ്റെ എണ്ണമാണ്. അടുത്തൊരാൾ നോക്കിയടാ, CH3 CH2 CH2 CH3 എന്ന് പറയുന്ന ബ്യൂട്ടൈൻ, CH3 CH CH3, ഇവിടെ ഒരു CH3 എന്ന് പറയുന്ന ഐസോബ്യൂട്ടൈൻ. ഈ 2 പേരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ്? മോനെ, ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 4. ഇവിടെയും 4 കാർബൺ. അപ്പോൾ കാർബണിൻ്റെ എണ്ണം സെയിം ആണെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ബ്രാഞ്ചാണ്. അവിടെ ബ്രാഞ്ചിൻ്റെ എണ്ണം 1, ഇവിടെ ബ്രാഞ്ചിൻ്റെ എണ്ണം 0. അപ്പോൾ ബ്രാഞ്ചിൻ്റെ എണ്ണം കൂടിയാൽ ബോയിലിംഗ് പോയിന്റ് കുറയും. ബ്രാഞ്ചിങ് കൂടുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കുറയും. എന്നാൽ ചിലരെങ്കിലും തെറ്റിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ് ഞാൻ ഇവിടെ തരുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. CH3C CH3, ഇവിടെയും CH3, ഇവിടെയും CH3 എന്ന് പറയുന്ന നിയോപെൻറ്റൈൻ, CH3 CH2 CH2 CH3 നോർമൽ ബ്യൂട്ടൈൻ. ഇതിലാർക്കാണ് ബോയിലിംഗ് പോയിന്റ് കൂടുതൽ? കുഞ്ഞുങ്ങളെ, ചിലരെങ്കിലും ബോയിലിംഗ് പോയിന്റ് കൂടുതൽ അയാൾക്കാണ് എന്ന് പറയാൻ ചാൻസ് ഉണ്ട്. അത് തെറ്റാണ്. കാരണം നിങ്ങൾ ആദ്യം നോക്കേണ്ടത് കാർബണിൻ്റെ എണ്ണമാണ്. കാർബണിൻ്റെ എണ്ണം ഈക്വൽ ആണെങ്കിൽ മാത്രമേ ബ്രാഞ്ചിനെ കുറിച്ച് ചിന്തിക്കാവൂ. ഇവിടെ കാർബണിൻ്റെ എണ്ണം 5, ഇവിടെ 4. സോ കാർബണിൻ്റെ എണ്ണം കൂടുതലുള്ളവനാണ് ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവുക. എക്സെപ്ഷണൽ കേസുകളൊക്കെ ഉണ്ട്, അതിനുള്ള നേരമല്ല ക്രാഷ്. അതുകൊണ്ട് ഈ ഒരു നിയമം നിർബന്ധമായിട്ടും ഉൾക്കൊണ്ടേക്കുക. ബോയിലിംഗ് പോയിന്റുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഇനി തെറ്റിക്കരുത്. മക്കളെ, ഇനി നമ്മൾ ഈ ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷനാണ് പറയാൻ പോകുന്നത്. മെയിൻ ഹെഡിങ് എഴുതുക, മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ. അതിൽ ഫസ്റ്റ് വണ്ണാണ് വുഡ്സ് റിയാക്ഷൻ. എടാ, വുഡ്സ് റിയാക്ഷൻ്റെ റിയേജൻറ്റ് ആരാണെന്ന് നിങ്ങൾക്കറിയാം. റിയേജൻറ്റ് സോഡിയം ബാർ ഡ്രൈ ഈതറാണ്. സോഡിയം ബാർ ഡ്രൈ ഈതറാണ് റിയേജൻറ്റ്. ഓക്കെ അല്ലേ?
സോഡിയം ബാർ ഡ്രൈ ഈതർ. കുഞ്ഞുങ്ങളെ, എങ്ങനെയാണ് വുഡ്സ് റിയാക്ഷൻ ആൻസർ നിങ്ങൾ കാണേണ്ടതെന്ന് വളരെ സിമ്പിളായി ഞാൻ പറഞ്ഞുതരാം. 2 മോളിക്യൂൾ CH3 ഇവിടെ ഒരു ക്ലോറിൻ, ആരോ മാർക്കിന് മുകളിൽ സോഡിയവും ഡ്രൈ ഈതറും ഉണ്ടെന്ന് വിചാരിക്കുക. പ്രൊഡക്റ്റ് ആരാണെന്ന് എഴുതാൻ ഒരു എളുപ്പവഴിയുണ്ട്. ഇങ്ങനെ പഠിക്കണേ. ക്ലോറിനെ മറച്ചു പിടിക്കുക. ക്ലോറിൻ ഹാലജൻ ആരാണെങ്കിലും ശരി, അവനെ മറച്ചു പിടിക്കുക. ബാക്കി കാണുന്നതിന് എടുത്തെഴുതുക. ബാക്കി എന്താ ഉണ്ടാവുക? CH3 എന്നല്ലേ ഉണ്ടാവുക. ഓക്കെ, ഇതേ സാധനം ഒന്നുകൂടെ തിരിച്ചെഴുതുക. അതായത് ഇതിൻ്റെ ഒരു മിറർ ഇമേജ് എഴുതണം. അപ്പോൾ ഇതേ സാധനത്തിൻ്റെ ഇവിടെ ഒരു കണ്ണാടി ഉണ്ടെന്ന് വെറുതെ വിചാരിച്ചോ. അതിൻ്റെ മിറർ ഇമേജ് CH, ഇങ്ങോട്ട് CH3, ഇങ്ങോട്ട് CH3, ഇങ്ങനെയല്ലേ ഇടാൻ ഉണ്ടാവുക. എന്നിട്ട് അവർക്കിടയിൽ ഒരു പുതിയ ബോണ്ട് ഫോം ചെയ്യും. ഇറ്റ് ഈസ് ദി പ്രൊഡക്റ്റ്. അപ്പോൾ തന്നിരിക്കുന്ന ആൽക്കൈൽ ഗ്രൂപ്പിനെ ഒരു തവണ എഴുതുക, രണ്ടാം തവണ തിരിച്ചെഴുതുക, അവർക്കിടയിൽ പുതിയ ബോണ്ട് ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാവരും 2 മോളിക്യൂൾ CH3 ഇവിടെ ഒരു CH2Br, ആരോ മാർക്കിന് മുകളിൽ സോഡിയം ബാർ ഡ്രൈ ഈതർ. ഇതിൻ്റെ പ്രൊഡക്റ്റ് എല്ലാവരും ഒന്ന് ഒറ്റയ്ക്ക് എഴുതി നോക്ക്. എന്നിട്ട് കിട്ടുന്ന ആൻസറും ഞാൻ ഇനി പറയുന്ന ആൻസറും ശരിയാണെന്ന് ഉറപ്പുവരുത്ത്. വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് എഴുതി നോക്കടാ. ഞാൻ ഇതിൻ്റെ ശരിയുത്തരം എഴുതുന്നുണ്ട്. ഈ കാണുന്ന ആൽക്കൈൽ ഗ്രൂപ്പിനെ ഞാൻ ഒരു തവണ എഴുതി, എന്നിട്ട് അതേ ഗ്രൂപ്പിനെ ഞാൻ ഒരു തവണ കൂടി തിരിച്ചെഴുതി. ഇവിടെ CH3, ഇവിടെ CH3, ഇവിടെ CH3. എന്നിട്ട് അവർക്കിടയിൽ ഒരു പുതിയ ബോണ്ടും കൊടുത്തു. പേരിടല്ല, UPSC നെയിമൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ വുഡ്സ് റിയാക്ഷനിൽ നിന്ന് എങ്ങനെയാണ് പെട്ടെന്ന് പ്രൊഡക്റ്റ് കാണുക എന്ന് വളരെ കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലായി. അടുത്തതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഡീകാർബോക്സിലേഷനാണ്. ഡീകാർബോക്സിലേഷൻ്റെ റിയേജൻറ്റ് ഒരിക്കലും മറക്കരുത്, സോഡ ലൈം ആണ്. ആരാടാ? സോഡ ലൈം. ആരാണ് കുഞ്ഞെ സോഡ ലൈം? സോഡ ലൈം എന്ന് പറഞ്ഞാൽ NaOHൻ്റെയും കാൽസ്യം ഓക്സൈഡിൻ്റെയും മിക്സ്ചറാണ് ഇൻ 3:1 റേഷ്യോ. അത് പഠിക്കണേ. NaOH 3 പാർട്ടും കാൽസ്യം ഓക്സൈഡ് 1 പാർട്ടും. അങ്ങനെ എടുക്കുമ്പോഴാണ് അതിനെ നമ്മൾ സോഡ ലൈം എന്ന് പേര് വിളിക്കുക. റിയാക്ഷൻ ഭയങ്കര സിമ്പിളാണ്. കാർബോക്സിലിക് ആസിഡിലേക്ക് ഈ പറയുന്ന സോഡ ലൈം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ആൻസർ കാണാൻ നിങ്ങൾ ചിന്തിക്കേണ്ടത് അതിൽ നിന്നൊരു കാർബൺ ഡൈ ഓക്സൈഡിനെ അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി. ആക്ച്വലി അതൊരു കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടൊന്നുമല്ല പുറത്തേക്ക് പോകുന്നത്, Na2CO3 ആയിട്ടാണ്. അതൊക്കെ എനിക്കറിയാം. പക്ഷേ ഞാനിതൊരു എളുപ്പവഴിയായിട്ട് പറഞ്ഞു തന്നതാ. ആ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്ത് ഒഴിവാക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു കാർബണും 2 ഓക്സിജനും. അത് അവിടെ നിന്ന് പോയാൽ ബാക്കി എന്താ ഉണ്ടാവുക? RH എന്ന് ബാക്കി ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു 3 എക്സാമ്പിൾ ചെയ്ത് നോക്കാം. CH3COOHലേക്ക് സോഡ ലൈം ഇട്ടാൽ ഈ COO പോയി H ഇങ്ങോട്ട് വരൂലടാ. സോ ദി പ്രൊഡക്റ്റ് ഈസ് CH4. ക്ലിയർ അല്ലേ? COO പോയാൽ ബാക്കിയുള്ളത് CH4. എടാ, ബെൻസീൻ റിങ്ങിൽ COOH ഉണ്ട്, ബെൻസോയിക് ആസിഡാണ്. ആരോ മാർക്കിന് മുകളിൽ ഡീകാർബോക്സിലേഷൻ്റെ റിയേജൻ്റായ സോഡ ലൈം. എന്ത് സംഭവിക്കും? ഈ COO ഇവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യും. ബാക്കി എന്താ ഉണ്ടാവുക? ബെൻസീൻ റിങ്ങിൽ ഒരു H മാത്രം ബാക്കിയാവും. ബെൻസീൻ റിങ്ങിൽ H വന്നാൽ അതവിടെ റെപ്രസെൻ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, കാരണം ബാക്കി എല്ലായിടത്തും H ഉണ്ടല്ലോ. അപ്പോൾ ആ കൂട്ടത്തിലേക്ക് ആ Hഉം കൂടി അങ്ങോട്ട് ചേരും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു എക്സാമ്പിൾ ഇങ്ങനെയാണ്. CH3COONA എന്നാണ് ക്വസ്റ്റ്യനിലെങ്കിൽ ആരോ മാർക്കിന് മുകളിൽ സോഡ ലൈം ആണെങ്കിൽ ചിലരെങ്കിലും ഈ COO പോയിട്ട് പകരം CH3NA എന്നൊക്കെ ചിലപ്പോൾ മനസ്സിൽ വിചാരിക്കാൻ ഒരു സാധ്യതയുണ്ട്. അങ്ങനെയൊന്നുമല്ല, പ്രൊഡക്റ്റ് അപ്പോഴും സെയിം തന്നെയാണ്, CH4 തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ആക്ച്വലി ഇവിടുന്ന് ഒരു COO പോകുന്നോ അല്ല ചെയ്യുന്നത്, അവിടെയുള്ള മൊത്തം ഗ്രൂപ്പിനെ റിമൂവ് ചെയ്തിട്ട് ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് ആ ആഡ് ചെയ്യാനുള്ള ഹൈഡ്രജനൊക്കെ നമ്മുടെ സോഡ ലൈം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതൊന്നും ടെൻഷൻ ആവണ്ട. അവിടെ COONA ആണെങ്കിലും ഒരു H കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ് നിങ്ങൾ പറയേണ്ടത്. ഇതാണ് ഡീകാർബോക്സിലേഷനിൽ എനിക്ക് പറയാനുള്ളത്. അടുത്തത് ഡീഹൈഡ്രോ ഹാലോജിനേഷനാണ്, ഓർ ഇറ്റ് ഈസ് കോൾഡ് ബീറ്റ എലിമിനേഷൻ. ബീറ്റ എലിമിനേഷൻ പഠിച്ചു വെച്ചോളണേ. ബീറ്റ എലിമിനേഷൻ അതിൻ്റെ റിയേജൻറ്റ് പഠിച്ചോളണേ. ആൽക്കഹോളിക് KOH, വെരി ഇമ്പോർട്ടൻറ്റ്. ആൽക്കഹോളിക് പൊട്ടാഷ് അഥവാ ആൽക്കഹോളിക് KOH ആണ്. സിമ്പിളാണ്, ഞാൻ കാണിച്ചു തരാം. CH3CH2Cl ആരോ മാർക്കിന് മുകളിൽ ആൽക്കഹോളിക് KOH ഉണ്ട്. എന്താ സംഭവിക്കുക? ശരിക്കും ഒന്ന് മനസ്സിലാക്കി വെച്ചേ. എടാ ഈ ക്ലോറിൻ അറ്റാച്ച് ചെയ്ത കാർബൺ ആണ് ആൽഫ.
അതിൻ്റെ തൊട്ടടുത്തുള്ള കാർബണാണ് ബീറ്റ. ഈ ആൽഫ കാർബണിൽ നിന്ന് ക്ലോറിനും പോകും, ബീറ്റ കാർബണിൽ നിന്ന് ഒരു ഹൈഡ്രജനും പോകും. അപ്പോൾ ആരാ പോവുക? HCl അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യും. ആൽഫ കാർബണിൽ നിന്ന് ക്ലോറിനും ബീറ്റ കാർബണിൽ നിന്ന് ഹൈഡ്രജനും HCl പോകും. ഇവിടെ നിന്ന് ഒരു H പോയാൽ ബാക്കി എന്താണ് ഉണ്ടാവുക? CH2 എന്നല്ലേ ഉണ്ടാവുക. CH3 എന്നൊരു H പോയാൽ ഇവിടെ നിന്ന് ആരാ പോയത്? ക്ലോറിൻ പോയി. അപ്പോൾ അവിടെയും CH2. എടാ മോനെ, അവർക്കിടയിൽ ഒരു പുതിയ ബോണ്ട്, ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് ഉണ്ടാവുക. നിങ്ങളെല്ലാവരും ഒന്ന് നോക്കിക്കേ, ഒരു സൈക്ലോഹെക്സൈനിൽ ഒരു ക്ലോറിൻ ഉണ്ട്, ക്ലോറോ സൈക്ലോഹെക്സൈൻ ആണ്. ആരോ മാർക്കിന് മുകളിൽ ഈ പറഞ്ഞ ആൽക്കഹോളിക് എച്ചുമുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ നിന്ന് ക്ലോറിൻ പോകും, തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു പൊസിഷൻ, ഇവിടെ നിന്ന് പോകണമെങ്കിൽ അങ്ങനെ പോകാം, ഇവിടെ നിന്നാണെങ്കിൽ അങ്ങനെയും പോകാം, രണ്ടും ഒരേപോലെയാണല്ലോ. എവിടെ നിന്നെങ്കിലും ഒരു ഹൈഡ്രജനും പോകും, ബാക്കി അവർക്കിടയിൽ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ ഈ ക്ലോറിൻ പോയാൽ ഇയാൾ ഇങ്ങനെയായി, ഇവിടുന്ന് ഹൈഡ്രജൻ പോയി, അവർക്കിടയിൽ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്തു. ഇതാണ് ഡീഹൈഡ്രോ ഹാലോജിനേഷൻ. ശ്രദ്ധിക്കാനുള്ള കാര്യം ഇതാണ്, CH3 CHCl, ഇവിടെ CH2 CH3. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ആരോ മാർക്കിന് മുകളിൽ ആൽക്കഹോളിക് വെച്ചുണ്ട്, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് ക്ലോറിൻ പോകും. ശരിയല്ലേടാ? ഇനി ഇതിൻ്റെ ബീറ്റ കാർബണിനെ നോക്കിയാൽ ലെഫ്റ്റിലൊരു ബീറ്റയുണ്ട്, അത് β1, റൈറ്റിലൊരു ബീറ്റയുണ്ട്, β2. രണ്ട് ബീറ്റകളും ഡിഫറെൻ്റ് ടൈപ്പാണ്. ലെഫ്റ്റിൽ CH3, റൈറ്റിൽ CH2. അപ്പോൾ എവിടെ നിന്നാണ് ഹൈഡ്രജൻ പോവുക? പഠിച്ചു വെച്ചോ. ഹൈഡ്രജൻ എവിടെയാണോ കുറവ്, അവിടെ നിന്ന് തന്നെയാണ് വീണ്ടും ഹൈഡ്രജൻ പോവുക. അപ്പോൾ ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യുന്ന ആളെ ഞാൻ ടിക്ക് ഇടുന്നുണ്ട്. ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യുക ഇവിടെ നിന്നാണ്, ഇവിടെ നിന്നല്ല. അങ്ങനെ കിട്ടുന്ന പ്രൊഡക്റ്റാണ് മേജർ പ്രൊഡക്റ്റ്. ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഹൈഡ്രജൻ പോയിട്ട് കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ഉണ്ടാകും, പക്ഷേ മൈനർ പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ മേജർ പ്രൊഡക്റ്റ് ആണല്ലോ എഴുതേണ്ടത്. അപ്പോൾ ഈ CH3 അങ്ങനെ തന്നെ നിലനിൽക്കും. CH3 സിംഗിൾ ബോണ്ട് CH, ഇവിടെ ഡബിൾ ബോണ്ട് ആകും, ഇവിടെ CH സിംഗിൾ ബോണ്ട് CH3. അങ്ങനെയല്ലേ മോനെ പ്രൊഡക്റ്റ് ഉണ്ടാവുക എന്ന് എഴുതി വയ്ക്കുക. ഇവിടുന്ന് ക്ലോറിനും ഇവിടുന്ന് ഹൈഡ്രജനും പോയാൽ ഇങ്ങനെയാണല്ലോ പ്രൊഡക്റ്റ് ഉണ്ടാവുക. ഇതിൻ്റെ ആൻസർ നിങ്ങളെല്ലാവരും ചെയ്തു വയ്ക്കേടാ. ദാ ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്, ഇവിടെ ഒരു ക്ലോറിനും ഉണ്ട്, ആരോ മാർക്കിന് മുകളിൽ ആൽക്കഹോളിക് OH ഉണ്ട്. അപ്പോൾ എങ്ങനെയാടാ പ്രൊഡക്റ്റ് ഉണ്ടാവുക? ദേ ഇവിടെ നിന്ന് ക്ലോറിൻ പോകും. ഓക്കെ, അതിൻ്റെ ബീറ്റ കാർബൺ ദാ ഇവിടെ താഴെ 2 ഹൈഡ്രജൻ, ഇവിടെ മുകളിൽ 1 ഹൈഡ്രജൻ. അപ്പോൾ എവിടെ നിന്നാണ് ഹൈഡ്രജൻ പോവാന്ന് ഞാൻ പറഞ്ഞു, ഹൈഡ്രജൻ എണ്ണം കുറവുള്ളിടത്തു നിന്നാണ് പോവുക. അപ്പോൾ ഇവിടെ നിന്നാണ് ഇനി ഹൈഡ്രജൻ പോവാനുള്ളത്. അപ്പോൾ അവർക്കിടയിലാണ് ഡബിൾ ബോണ്ട് ഫോം ചെയ്യുക. സോ ദി പ്രൊഡക്റ്റ് വിൽ ബി ഇങ്ങനെ ഉണ്ടാകും, ഒരു സൈക്ലോഹെക്സീൻ, അതിലൊരു മീഥൈൽ ബ്രാഞ്ച് ഉണ്ടാകും, ഇവർക്കിടയിൽ ഡബിൾ ബോണ്ടാണ് ഉണ്ടാവുക. അപ്പോടാ 2 ടൈപ്പ് ബീറ്റ കാർബൺ ഉണ്ടെങ്കിൽ ഹൈഡ്രജൻ പോകുന്നത് ഹൈഡ്രജൻ്റെ എണ്ണം കുറവുള്ളിടത്ത് നിന്നാണ് എന്നല്ലേ ഞാൻ പറഞ്ഞേ? ആ നിയമത്തിനൊരു പേരുണ്ട്, ഇറ്റ് ഈസ് കോൾഡ് സെയ്റ്റ്സഫ് റൂൾ. അപ്പോൾ മലയാളത്തിൽ അവിടെ നിന്ന് എഴുതി വെച്ചോളൂ, ഹൈഡ്രജൻ കുറവുള്ളിടത്ത് നിന്ന് തന്നെയാണ് ഹൈഡ്രജൻ പോവുക എന്ന നിയമത്തിൻ്റെ പേരാണ് സെയ്റ്റ്സഫ് റൂൾ. എടാ മോനെ, 4ാമതായി നമുക്ക് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു റിയാക്ഷനാണ് ട്രിപ്പിൾ ബോണ്ടിനെ ഡബിൾ ബോണ്ടാക്കി മാറ്റുന്നത്. കുഞ്ഞുങ്ങളെ, ട്രിപ്പിൾ ബോണ്ടിനെ ഡബിൾ ബോണ്ടാക്കാൻ 3 പേർക്ക് പറ്റും. ഒന്നാമൻ്റെ പേരാണ് ലിൻഡിലേഴ്സ് കാറ്റലിസ്റ്റ്. നോട്ട് ചെയ്യണേ, ലിൻഡിലേഴ്സ് കാറ്റലിസ്റ്റ്. രണ്ടാമനാണ് സോഡിയം ബാർ ലിക്വിഡ് അമോണിയ. മൂന്നാമനാണ് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്. ഈ 3 പേർക്കും ട്രിപ്പിൾ ബോണ്ടിനെ ഡബിൾ ബോണ്ട് ആക്കാൻ പറ്റും. ഈ ഡബിൾ ബോണ്ട് ഉള്ള ആൾക്ക് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുമെന്ന് ഞാൻ ഹൈഡ്രോ കാർബൺസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുകയാണെങ്കിൽ ഈ ലിൻഡിലേഴ്സ് കാറ്റലിസ്റ്റ് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് സിസ് ഐസോമറും ബാക്കി 2ഉം ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ട്രാൻസ് ഐസോമറും ആയിരിക്കും. അപ്പോൾ ലിൻഡിലേഴ്സ് കാറ്റലിസ്റ്റ് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് സിസും ബാക്കി 2 പേരും ഉണ്ടാക്കുന്ന ഐസോമർ ട്രാൻസ് പ്രൊഡക്റ്റുമായിരിക്കും. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി, കൂടുതൽ ആഴത്തിൽ ചിന്തിക്കേണ്ട. ലിൻഡിലേഴ്സ് കാറ്റലിസ്റ്റ് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിന് സിസ് ഐസോമറും ബാക്കി 2 ഉണ്ടാക്കുന്നത് ട്രാൻസ് ഐസോമറും ആയിരിക്കും എന്നൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഞാൻ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ കാണിച്ചു തരാം. മക്കളെല്ലാവരും ഒന്ന് ചെയ്തേ. CH ട്രിപ്പിൾ ബോണ്ട് CH, ആരോ മാർക്കിന് മുകളിൽ ലിൻഡിലേഴ്സ് കാറ്റലിസ്റ്റായ പലേഡിയം ബാർ കാർബൺ. അപ്പോൾ അതൊരു പുതിയ അറിവാണ്. ലിൻഡിലേഴ്സ് കാറ്റലിസ്റ്റ് എങ്ങനെയാണ് കാണപ്പെടുക? ലിൻഡിലേഴ്സ് കാറ്റലിസ്റ്റിനെ പലേഡിയം ബാർ കാർബൺ, പലേഡിയം ബാർ സൾഫർ,
പലേഡിയം ബാർ CaCO3, പലേഡിയം ബാർ BaSO4, പലേഡിയം ബാർ ക്വിനോളിൻ. ഈ 5 രൂപത്തിലും വരാം. ഈ 5 രൂപത്തിൽ വന്നാലും അത് ലിൻഡ്ലേഴ്സ് കാറ്റലിസ്റ്റ് ആണ്, മറക്കരുത്. അപ്പോൾ പലേഡിയം ബാർ കാർബൺ വന്നു, ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആകും, ആവശ്യത്തിന് ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുക്കും. ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആകുമ്പോൾ കുറവ് സംഭവിക്കുമല്ലോ, ആ കുറവ് ഹൈഡ്രജൻ വെച്ച് റീപ്ലേസ് ചെയ്യും. ക്ലിയർ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ CH3 സിംഗിൾ ബോണ്ട് C ട്രിപ്പിൾ ബോണ്ട് CH ആരോ മാർക്കിന് മുകളിൽ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്. നിങ്ങളൊന്ന് പ്രൊഡക്റ്റ് എഴുതി നോക്കിക്കേ. എടാ പ്രൊഡക്റ്റ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആകുമ്പോൾ CH3 CH ഡബിൾ ബോണ്ട് CH2 എന്നാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അടുത്ത എക്സാമ്പിൾ നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചെയ്യണേ. CH3C ട്രിപ്പിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് CH3 ആരോ മാർക്കിന് മുകളിൽ കണ്ടു സോഡിയം ബാർ ലിക്വിഡ് അമോണിയ. സോഡിയം ബാർ ലിക്വിഡ് അമോണിയ എന്താ സംഭവിക്കുക? ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആകും. CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3. ഇങ്ങനെയല്ലടാ പ്രൊഡക്റ്റ് ഉണ്ടാവുക. കുഞ്ഞുങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. സോഡിയവും ലിക്വിഡ് അമോണിയയുമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഈ 3 ഉപയോഗിക്കാം, പക്ഷെ ഉപയോഗിക്കുന്നത് ഇയാളാണെങ്കിൽ ദിസ് റിയാക്ഷൻ ഈസ് സ്പെസിഫിക്കലി നോൺ ആസ് ബിർച്ച് റിഡക്ഷൻ. ആ റിയാക്ഷനെ വിളിക്കുന്ന വളരെ കൃത്യമായൊരു പേരാണ് ബിർച്ച് റിഡക്ഷൻ. ബിർച്ച് റിഡക്ഷനുമായി ഇമ്പോർട്ടൻ്റ് ആയി നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എടാ CH3 സിംഗിൾ ബോണ്ട് C ട്രിപ്പിൾ ബോണ്ട് CHലേക്ക് ആരോ മാർക്കിന് മുകളിൽ സോഡിയം ഉണ്ട്, ലിക്വിഡ് അമോണിയയും ഉണ്ട്. നിങ്ങൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് എഴുതണ്ട, ഒന്ന് മനസ്സിൽ കാണുക. എടാ സോഡിയം ബാർ ലിക്വിഡ് അമോണിയ ഉപയോഗിക്കുകയാണെങ്കിൽ ദ റിയാക്ഷൻ ഈസ് നോൺ ആസ് ബിർച്ച് റിഡക്ഷൻ. പക്ഷെ ബിർച്ച് റിഡക്ഷനിൽ ഒരു ട്വിസ്റ്റാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോണേ. എടാ ഈ ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിൻ്റെ കൂടെ ഒരു ഹൈഡ്രജൻ ഇല്ലേടാ, ഹൈഡ്രജൻ. ആ ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിൻ്റെ കൂടെ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അവിടെ ബിർച്ച് റിഡക്ഷൻ നടക്കില്ല. ശ്രദ്ധിക്കണേ, ബിർച്ച് റിഡക്ഷൻ വിൽ നോട്ട് പെർഫോം അറ്റ് ടെർമിനൽ പൊസിഷൻ. ടെർമിനൽ പൊസിഷനിൽ ബിർച്ച് റിഡക്ഷൻ നടക്കില്ല. അപ്പോൾ സാറേ നേരത്തെ കണ്ടതോ അത് ടെർമിനൽ പൊസിഷൻ അല്ല. നോക്കിക്കേ, ട്രിപ്പിൾ ബോണ്ട് വന്നത് ഇവിടെയാണ്. ദാറ്റ്സ് നോട്ട് ടെർമിനൽ പൊസിഷൻ. അപ്പോൾ ടെർമിനൽ പൊസിഷൻ, ഇതിപ്പോൾ ഒരു ടെർമിനൽ പൊസിഷനാണ്. അപ്പോൾ എന്താ പ്രത്യേകത? ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിൻ്റെ കൂടെ ഹൈഡ്രജൻ ഉണ്ടാകും. അപ്പോൾ സോഡിയം ബാർ ലിക്വിഡ് അമോണിയ ഉപയോഗിച്ചാൽ ബിർച്ച് റിഡക്ഷൻ നടക്കില്ല. പകരം ഈ ഹൈഡ്രജൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും, ഈ സോഡിയം ഇവിടെ കയറിയിരിക്കും. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും എന്നറിയോ? CH3 സിംഗിൾ ബോണ്ട് C ട്രിപ്പിൾ ബോണ്ട് അങ്ങനെ നിലനിൽക്കും. H പകരം Na വരും. CH3C ട്രിപ്പിൾ ബോണ്ട് CNA. ദിസ് ഈസ് ദി പ്രൊഡക്റ്റ്. അപ്പോൾ ബിർച്ച് റിഡക്ഷനിൽ ഒരു ട്വിസ്റ്റ് പഠിച്ചില്ലടാ, നല്ലോണം മനസ്സിലാക്കി വെച്ചോളണം. ഓക്കെ, കെമിക്കൽ പ്രോപ്പർട്ടീസാണ് ഈ ചാപ്റ്ററിൽ. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കെമിക്കൽ പ്രോപ്പർട്ടീസാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരാളാണ് അരോമറ്റൈസേഷൻ. അരോമറ്റൈസേഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റീഫോമിംഗ് എന്നാണ് പേര്. റീഫോമിംഗ്. അതിൻ്റെ റിയേജൻറ്റുകൾ പഠിച്ചോളണേ. റിയേജൻറ്റ് Al2O3 ഓർ Cr2O3 ഓർ V2O5. ഇതിലേതെങ്കിലും ഒരാൾ നിർബന്ധമായിട്ടും വേണം. അതുപോലെ അരോമറ്റൈസേഷൻ നടത്താൻ 773 കെൽവിൻ ടെമ്പറേച്ചർ വേണം. അതുപോലെ അരോമറ്റൈസേഷൻ നടത്താൻ 10 മുതൽ 20 ATM പ്രഷറും വേണം. 10 to 20 ATM പ്രഷർ വേണം. ഈ കണ്ടീഷൻസ് എല്ലാം കൊടുത്താൽ അവിടെ അരോമറ്റൈസേഷൻ നടക്കും. അരോമറ്റൈസേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന ആൾ ഹെക്സൈൻ ആണെങ്കിൽ അവിടെ ബെൻസീൻ കിട്ടും. എന്ത് കിട്ടും മോനെ? ബെൻസീൻ. അപ്പോൾ അരോമാറ്റിക് കോമ്പൗണ്ട് ആവുക എന്നാണ് അതിനർത്ഥം. 6 കാർബണുള്ള അരോമാറ്റിക് കോമ്പൗണ്ട്. ഹെക്സൈൻ ഉപയോഗിച്ച് 6 കാർബൺ ആണല്ലോ. 6 കാർബണുള്ള അരോമാറ്റിക് കോമ്പൗണ്ട് ആരാ? ബെൻസീനാണ്. ഹെപ്റ്റൈൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിനക്ക് ടൊളുവിൻ ആണ് കിട്ടുക. ടൊളുവിൻ. അപ്പോൾ നിങ്ങളൊരു ചോദിക്കും, സാറേ 5 കാർബണുള്ള ആൾ ഉപയോഗിച്ച് എന്ത് കിട്ടും? അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. അരോമറ്റൈസേഷൻ നടക്കാൻ മിനിമം 6 കാർബൺ വേണം. അപ്പോൾ 6 കാർബണോ അതിനേക്കാൾ കൂടുതലുള്ള ആൾക്കാർക്ക് മാത്രമേ അരോമറ്റൈസേഷൻ നടക്കുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയ 2 ആളെ ഞാൻ പറഞ്ഞു, പഠിച്ചു വെച്ചോ. അതിൻ്റെ റിയേജൻറ്റും ടെമ്പറേച്ചറും പ്രഷറും ഓർത്ത് വെച്ചോ. കുഞ്ഞുങ്ങളെ, ആൽക്കെയിനും ആൽക്കീനും ആൽക്കൈനും ബെൻസീനും എല്ലാം കോമൺ ആയി കാണിക്കുന്ന ഒരു റിയാക്ഷനാണ് കമ്പഷൻ. കമ്പഷൻ എന്ന് പറഞ്ഞാൽ
കംപ്ലീറ്റ് ഓക്സിഡേഷൻ എന്നാണ് അർത്ഥം. കംപ്ലീറ്റ് ആയിട്ട് ഓക്സിജനുമായിട്ട് അങ്ങോട്ട് റിയാക്ട് ചെയ്യുക. എക്സാമ്പിൾ C2H6ഉം ഓക്സിജനും റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും കുഞ്ഞേ? ഈ റിയാക്ഷൻസിൻ്റെ ഒക്കെ ഇക്വേഷൻ സിമ്പിളായിട്ട് പറയാൻ ഞാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം. ഏതൊരു ഓർഗാനിക് കോമ്പൗണ്ടിനും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താൽ കിട്ടുന്ന ഫൈനൽ പ്രൊഡക്റ്റ്, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കത്തുക എന്നാണ് അർത്ഥം. കത്തി തീർന്നാൽ കിട്ടുന്ന ഫൈനൽ പ്രൊഡക്റ്റ് കാർബൺ ഡയോക്സൈഡും വാട്ടറുമാണ്. കാർബൺ ഡയോക്സൈഡും വാട്ടറുമാണ്. അതിൻ്റെ എണ്ണം നോക്കണം. കാർബൺ ഇവിടെ എത്ര എണ്ണമുണ്ട്? 2 എണ്ണം. അത്ര കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും. അപ്പോൾ കാർബണിൻ്റെ എണ്ണം എത്രയാണോ അത്രയും കാർബൺ ഡയോക്സൈഡ്. ഹൈഡ്രജൻ്റെ എണ്ണം എത്രയാണോ അതിൻ്റെ പകുതി വാട്ടർ ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ എണ്ണം 6 അല്ലടാ, അതിൻ്റെ പകുതി വാട്ടർ. അപ്പോൾ ആ ഭാഗത്തുള്ള കാർബൺ ഡയോക്സൈഡും വാട്ടറും ബാലൻസ് ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഓക്സിജനും കൂടി ഒന്ന് ബാലൻസ് ചെയ്താൽ പരിപാടി കഴിഞ്ഞു. കുഞ്ഞെ ഇവിടെ ഇപ്പോൾ എത്ര കാർബണായി? 2 × 2 4, ഇവിടെ 3, അപ്പോൾ ടോട്ടൽ 7 ആയില്ലേ? അപ്പോൾ നിങ്ങൾ ഇവിടെ എഴുതേണ്ടത് 7/2 എന്നാണ്. കാരണം എന്താ? O2 അല്ലേടാ അവിടെ ഉള്ളത്. അപ്പോൾ 7/2 × 2 ടോട്ടൽ 7 എന്നുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള നമ്പർ ഓഫ് ഓക്സിജൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ CH4നെ കംപ്ലീറ്റ് കമ്പഷൻ നടത്തി കഴിഞ്ഞാൽ എന്താ കിട്ടുകയെന്ന് നീ ഒന്ന് ഒറ്റയ്ക്ക് എഴുതിയിട്ട് വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കിക്കേ. കാർബണിൻ്റെ എണ്ണം 1 ആയതുകൊണ്ട് ഒരു കാർബൺ ഡയോക്സൈഡും ഹൈഡ്രജൻ്റെ എണ്ണം 4 ആയതുകൊണ്ട് 2 വാട്ടറും കിട്ടും. ഇവിടെ 2ഉം ഇവിടെ 2ഉം ടോട്ടൽ 4 ഓക്സിജൻ ആയതുകൊണ്ട് അതിൻ്റെ പകുതി ഇവിടെ ഇട്ട് കൊടുത്തു 2O2. ക്ലിയർ അല്ലേടാ? ബെൻസീൻ ആരാ? C6H6 അല്ലേ? ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും? 6 കാർബൺ ഡയോക്സൈഡ് കിട്ടും, 3 വാട്ടറും കിട്ടും. ശരിയല്ലേടാ? ഈ പറഞ്ഞ അതേ ഒരു ട്രാക്കിൽ നിങ്ങളും ചിന്തിച്ച് നോക്കിയേ. 6 × 2 12, 12 3 15, 15ൻ്റെ പകുതി 15/2 അല്ലെങ്കിൽ 7.5, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതാം. ഇങ്ങനെ ഒരുപാട് റിയാക്ഷൻ എഴുതിക്കൂടെ? ആ മെത്തേഡ് ഓഫ് ബാലൻസിങ് നിങ്ങൾക്ക് ക്ലിക്കായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു പണിയായിരിക്കില്ല. അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ടത് ഐസോമറൈസേഷനാണ്. അതിൻ്റെ റിയേജൻറ്റ് നിർബന്ധമാണ് ആൻഹൈഡ്രസ് AlCl3 + HCl. ഈ 2 പേരുമാണ് ഒരുമിച്ച് ഐസോമറൈസേഷൻ നടത്തുന്നത്. അപ്പോൾ ഐസോമറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോടാ? സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അൺബ്രാഞ്ചഡ് ആയിട്ട് കിടക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഐസോമറൈസേഷൻ നടന്നു കഴിഞ്ഞാൽ അയാൾ ബ്രാഞ്ചഡ് ആയിട്ട് മാറും. സിമ്പിളി ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ നോർമൽ ബ്യൂട്ടൈൻ ഇല്ലടാ, നോർമൽ ബ്യൂട്ടൈൻ ഒരു എക്സാമ്പിളാണ്. നോർമൽ ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞാൽ CH3 CH2 CH2 CH3 ഇതിപ്പോൾ അൺബ്രാഞ്ചഡ് ആണല്ലോ. ഇതിലേക്ക് ഞാൻ ഈ പറഞ്ഞ റിയേജൻറ്റ് അൺഹൈഡ്രസ് AlCl3യും അതുപോലെ HCl ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ബ്രാഞ്ചഡ് ആകും. ബ്രാഞ്ചഡ് ആവുക എന്ന് പറഞ്ഞാൽ 4 കാർബൺ നേരെ ഉണ്ടായിരുന്നത് 3 കാർബൺ നേരെയാകും. ഒരാൾ ബ്രാഞ്ചായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കാർബൺസ് ലെഫ്റ്റിലും റൈറ്റിലും ഈക്വലാണ്. ഇയാളുടെ ഒരു ഐസോമറാണ് ഇദ്ദേഹം. അതുകൊണ്ടാണ് റിയാക്ഷൻ ഐസോമറൈസേഷൻ എന്ന് പേര് വിളിച്ചത്. ഇതിൽ 4 കാർബൺ നേരെ, ഇവിടെ 3 കാർബൺ ഒരു ബ്രാഞ്ചും. അപ്പോൾ നമ്മൾ ഇതിനെ ചെയിൻ ഐസോമർ എന്ന് പേര് വിളിക്കും. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് അയാളുടെ തന്നെ ചെയിൻ ഐസോമർ ആയതുകൊണ്ടാണ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ഐസോമറൈസേഷൻ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഐസോബ്യൂട്ടൈൻ. അപ്പോൾ നോർമൽ ബ്യൂട്ടൈനിനെ ഐസോബ്യൂട്ടൈൻ ആക്കി മാറ്റുന്ന റിയാക്ഷൻ ഈസ് എ ടൈപ്പ് ഓഫ് ഐസോമറൈസേഷൻ. കുഞ്ഞുങ്ങളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റാറിട്ട് മനസ്സിലാക്കേണ്ട ഒരാളാണ് അഡീഷൻ ഓഫ് HX. HBr എന്നാണ് ഞാനിവിടെ എഴുതിയത്. അതിനെ കൃത്യമായിട്ട് ജനറലായിട്ട് നമുക്ക് HX എന്ന് പേര് വിളിക്കാം. അഡീഷൻ ഓഫ് HX. കുഞ്ഞുങ്ങളെ, ഡബിൾ ബോണ്ട്, അതായത് നോക്കിയാൽ CH2 ഡബിൾ ബോണ്ട് CH2, അതിലേക്ക് നമ്മളൊരു HX HCl ആയിക്കോട്ടെ ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? സിമ്പിൾ, ഡബിൾ ബോണ്ട് പൊട്ടി സിംഗിൾ ബോണ്ട് ആകും. ഒരു കാർബണിലേക്ക് ഹൈഡ്രജൻ, വേറെ കാർബണിലേക്ക് ക്ലോറിൻ ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇങ്ങോട്ട് ഹൈഡ്രജൻ വരുമ്പോൾ CH3 എന്നാകും, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആകും. ഇപ്പുറത്തേക്ക് ക്ലോറിൻ വരുമ്പോൾ CH2Cl എന്നാണ് വരിക. ഉറപ്പല്ലേ? എന്ന പോലെ നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കിക്കേടാ. ഒരു സൈക്ലോഹെക്സീൻ ഉണ്ട്, അതിലേക്ക് ഞാൻ HBr ആഡ് ചെയ്തു. HBr ആഡ് ചെയ്താൽ എന്താ കിട്ടുക? സിമ്പിളാണ്, ഡബിൾ ബോണ്ട് പൊട്ടി സിംഗിൾ ബോണ്ട് ആകും. ഏതെങ്കിലും ഒരു കാർബണിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യണം, തൽക്കാലം ഇങ്ങോട്ടായിക്കോട്ടെ. മറ്റേ കാർബണിലേക്ക് ബ്രോമിനും ആഡ് ചെയ്യണം. അപ്പോൾ ഈ ബ്രോമിൻ ആഡ് ചെയ്തത് മാത്രമേ നമ്മൾ കാണുള്ളൂ, കാരണം ഇത് കംപ്ലീറ്റ് ബോണ്ട് ലൈൻ ഫോർമുല ആയതുകൊണ്ട് ഇവിടെ ഹൈഡ്രജൻ നമ്മൾ കാണിക്കില്ലല്ലോ. സിമ്പിളാണ്.
എന്നാൽ ഇതിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് വേർഷനാണ് CH3CH ഡബിൾ ബോണ്ട് CH2യിലേക്ക് HBr ആഡ് ചെയ്യുന്നത് മുതൽ. അഥവാ അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് നമ്മൾ HX ആഡ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കാർബണിലേക്ക് ഹൈഡ്രജനോ ഏതെങ്കിലും ഒരു കാർബണിലേക്ക് ബ്രോമിനോ ആഡ് ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മൾ ഒരാളോട് അഭിപ്രായം ചോദിക്കണം. അവൻ്റെ പേരാണ് മാർക്കോണിക്കോഫ്. അപ്പോൾ നമ്മളിവിടെ മാർക്കോണിക്കോഫ് റൂള് പ്രകാരമേ ആഡ് ചെയ്യാവൂ. എപ്പോൾ ഡബിൾ ബോണ്ടഡ് കാർബണിൻ്റെ കൂടെയുള്ള ഹൈഡ്രജനുകളുടെ എണ്ണത്തിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ. ഇവിടെ ഒരു ഹൈഡ്രജനാണ്, ഇവിടെ 2 ഹൈഡ്രജനാണ്. അപ്പോൾ എങ്ങോട്ടാണ് ഹൈഡ്രജൻ, എങ്ങോട്ടാണ് ബ്രോമിൻ ആഡ് ചെയ്യുക? എടാ മാർക്കോണി പണ്ട് പറഞ്ഞു നെഗറ്റീവ് ചാർജുള്ള ആൾ അതാരാ? ബ്രോമിൻ ആണല്ലോ, Br-. ഹൈഡ്രജൻ എണ്ണം കുറവുള്ളിടത്തേക്ക് ആഡ് ചെയ്തേക്ക്. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള ആൾ ഹൈഡ്രജൻ എണ്ണം കൂടുതലുള്ളിടത്തേക്ക് ആഡ് ചെയ്യുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ ഞാൻ മാർക്കോണിക്കോഫ് റൂൾ പറയാതെ പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് നോട്ട് ചെയ്യാം. നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് വിൽ ഗോ ഇൻ ടു ദി കാർബൺ ആറ്റം ഹാവിങ് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. സോ പ്രൊഡക്റ്റ് ഇങ്ങനെ ഉണ്ടാകും. ഈ CH3 പൊട്ടനാണ്, കഥയൊന്നും അറിഞ്ഞിട്ടില്ല. ഇവിടേക്ക് ബ്രോമിൻ വന്നു, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായി. ഇതിലേക്ക് ഹൈഡ്രജൻ വന്നു, CH3 ആയി. നിങ്ങളിൻ്റെ കൂടെ ഇല്ലേ മക്കളെ? ഇതുപോലെ നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കിയേടാ. ഒരു സൈക്ലോഹെക്സീനിൻ്റെ ഫസ്റ്റ് പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, അവിടേക്ക് ഞാനൊരു HI ആഡ് ചെയ്തു. എടാ ഇതിലെ ഹാലജൻ അയഡിനാണ്, നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടാണ്. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഇവിടെ ഒരു ഹൈഡ്രജൻ, കാരണം അതിൻ്റെ 1, 2, 3 വാലൻസി കംപ്ലീറ്റഡ് ആണ്. ഇവിടെ ഹൈഡ്രജനേ ഇല്ല, 1, 2, 3, 4. അപ്പോൾ അതിൻ്റെ 4 വാലൻസിയും കംപ്ലീറ്റഡ് ആയതുകൊണ്ട് അവിടെ ഹൈഡ്രജൻ ഇല്ല. എങ്ങോട്ടാണ് അയഡിൻ വരിക? ഹൈഡ്രജൻ എണ്ണം കുറവുള്ളിടത്തേക്ക് വരും. അപ്പോൾ ഹൈഡ്രജൻ എണ്ണം ഏറ്റവും കുറവ് എവിടെയാണ്? ഹൈഡ്രജൻ ഒന്നും ഇല്ലാത്ത ഇവിടെ. അവിടെ 0 അല്ലേ ഹൈഡ്രജൻ്റെ എണ്ണം? അതാണല്ലോ ഏറ്റവും കുറവ്. അതുകൊണ്ട് പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാവുക? സൈക്ലോഹെക്സെയിൻ, ഇവിടെ ഓൾറെഡി ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്കൊരു അയഡിൻ കൂടി വരും, ഇവിടേക്ക് ഹൈഡ്രജനും ആഡ് ചെയ്യപ്പെടും. ക്ലിയർ അല്ലേടാ? മാർക്കോണിക്കോഫ് റൂളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ആൻറ്റി മാർക്കോണിക്കോഫ് റൂളിനെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. ആൻറ്റി മാർക്കോണിക്കോഫ് റൂളിനെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. ആരാണ് ആഡ് ചെയ്യുന്നത്? അഡീഷൻ ഓഫ് HBr ആണ്. HBrനെ ആഡ് ചെയ്യുമ്പോഴാണ് ആൻറ്റി സംഭവിക്കുന്നത്. കണ്ടീഷൻ ഉണ്ട്, ഇൻ പ്രസൻസ് ഓഫ് എനി പെറോക്സൈഡ്, ഏതെങ്കിലും ഒരു പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ ആഡ് ചെയ്യണം, എന്നാലേ അവിടെ ആൻറ്റി വർക്കൗട്ട് ആവുകയുള്ളൂ. അപ്പോൾ CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2യിലേക്ക് ഞാൻ HBr ആഡ് ചെയ്യുന്നു. ആരോ മാർക്കിന് മുകളിൽ നിങ്ങൾ H2O2 എന്നും കാണുന്നുണ്ട്. H2O2 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണല്ലോ. അപ്പോൾ HBr ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡ് വന്നാൽ ഫോളോസ് ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ. മാർക്കോണിയുടെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ മാർക്കോണി പ്രകാരം നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് ഇങ്ങോട്ട് വരണം, പക്ഷേ ആൻറ്റി പ്രകാരം അത് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡ് ആണെങ്കിൽ തിരിഞ്ഞു വരും, സ്വാഭാവികമായും ഹൈഡ്രജൻ ഇങ്ങോട്ടും വരും. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് എങ്ങനെയാടാ? CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 ഇവിടെ Br. ക്ലിയർ അല്ലേ? 1 ബ്രോമോ പ്രൊപ്പൈന് കിട്ടും. അപ്പോൾ മാർക്കോണിയും ആൻറ്റി മാർക്കോണിയും ഒക്കെ ആയിട്ട് കലക്കിയത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റായി ഒരൊറ്റ എൻട്രൻസ് എക്സാമിന് പോലും മിസ് ചെയ്യാതെ ചോദിക്കുന്ന ഒരാളാണ് ഓസോണോളിസിസ്. ആരാണ് ഓസോണോളിസിസിൻ്റെ റിയേജൻറ്റ്? O3 ഉണ്ട്, സിങ്ക് ബാർ H2Oയും ഉണ്ട്. O3യെ റിയേജൻ്റ് എന്നും സിങ്ക് ബാർ H2Oയെ ബോണ്ട് ബ്രേക്കിംഗ് റിയേജൻ്റ് എന്നും പേര് വിളിക്കും. ബോണ്ട് ബ്രേക്കിംഗ് റിയേജൻറ്റ്. ഇവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് ആരാണെന്ന് അറിയോടാ? ഒന്നിരിക്കൽ ആൽഡിഹൈഡ് കിട്ടും, അല്ലെങ്കിൽ കീറ്റോൺ കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ കിട്ടുക എന്നൊക്കെ മനസ്സിലാക്കുക? സിമ്പിളാണ്, ബോഡി നോക്കിക്കോട്ടടാ. എടാ ഒരു CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് CH3 ഇതിന് ഞാൻ ഓസോണോളിസിസ് നടത്തുകയാണ്. O3 ഉണ്ട്, സിങ്ക് ബാർ H2O ഉണ്ട്. എടാ പ്രൊഡക്റ്റ് കിട്ടാൻ ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. എന്താ അറിയോ? ഡബിൾ ബോണ്ടിനെ അങ്ങോട്ട് പൊട്ടിക്കുക, എന്നിട്ട് ആ ഡബിൾ ബോണ്ടഡ് കാർബണുകളിൽ ഒരു ഓക്സിജൻ അങ്ങോട്ട് ചേർത്ത് പറയുക. സിമ്പിളാണ്. അപ്പോൾ ഇവിടെ പൊട്ടിച്ചില്ലടാ. അപ്പോൾ ഈ ഭാഗം ഒന്നിങ്ങനെ പറഞ്ഞ് CH3 സിംഗിൾ ബോണ്ട് CH ഇത് പൊട്ടിയല്ലോ, അതിൻ്റെ കൂടെ ഒരു ഓക്സിജനോട് ചേർക്കുക, CHO. പരിപാടി കഴിഞ്ഞു. ഡബിൾ ബോണ്ടാണ് പൊട്ടിക്കുക, ഒരു ഓക്സിജൻ അവിടെ ഒരു ഓക്സിജൻ ഇവിടെ ഇട്ട് കൊടുത്താൽ പ്രശ്നം.
അപ്പോൾ ഇവിടെ ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കിയേ. അപ്പോൾ ഈ സീൻ്റെ കൂടെ ഒരു ഓ വരും. അപ്പോൾ ഈ തൂങ്ങി കിടക്കുന്നവനൊക്കെ നേരെ വെച്ചിട്ട് ഞാനിങ്ങനെ പ്രൊഡക്റ്റ് പറയുകയാണ് CH3. ഇവിടെ ആരായി? സീൻ്റെ കൂടെ ഒരു ഓ വന്നു, CO CH3. പരിപാടി കഴിഞ്ഞു. അപ്പോൾ കിട്ടിയത് കീറ്റോൺ അല്ലേ? ഇവിടെ കിട്ടിയത് ആൽഡിഹൈഡ് അല്ലേ? അപ്പോൾ ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ കിട്ടുമെന്ന് എങ്ങനെ മനസ്സിലാക്കുക? കാർബണിൻ്റെ കൂടെ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ആൽഡിഹൈഡ് കിട്ടും, കാർബണിൻ്റെ കൂടെ ഹൈഡ്രജൻ ഇല്ലെങ്കിൽ കീറ്റോണും കിട്ടും. ഡീലല്ലേ മോനെ? അപ്പോൾ ഡബിൾ ബോണ്ട് പൊട്ടിക്കുക, ആ പൊട്ടിയ സ്ഥലത്ത് 2 ഓക്സിജൻ ഇട്ട് കൊടുക്കുക, പ്രശ്നം കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിച്ചോ, ബെൻസീൻ റിംഗ് ഉണ്ടേ. ഈ ബെൻസീൻ റിംഗിൽ ഇവിടെ 3 ഡബിൾ ബോണ്ട് ഇല്ലടാ. ഈ ബെൻസീൻ റിംഗിലെ 3 ഡബിൾ ബോണ്ട് ഉള്ള ആൾക്ക് ഞാൻ സിങ്ക് ബാർ H2O3 വെച്ച് റിയാക്ഷൻ നടത്തി, വിച്ച് മീൻസ് ഓസോണോളിസിസ് നടത്തി. എന്താ പ്രൊഡക്റ്റ്? മോനെ എല്ലാ ഡബിൾ ബോണ്ടും പൊട്ടും. ഈ ഡബിൾ ബോണ്ട് പൊട്ടി, ഈ ഡബിൾ ബോണ്ട് പൊട്ടി, ഈ ഡബിൾ ബോണ്ട് പൊട്ടി. ഓക്കെ അല്ലേ? എന്നിട്ട് എന്ത് കിട്ടും? ഇവിടെ ആരാടാ ഉള്ളത്? CH എന്നല്ലേ ഉള്ളത്. ബെൻസീൻ റിംഗിൽ എല്ലാ പൊസിഷനിലും CH അല്ലേ ഉള്ളത്. CH 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 ഇങ്ങനെയാണല്ലോ ബെൻസീൻ റിംഗ് ഉള്ളത്. അവിടെയൊക്കെ ഓരോ ഓക്സിജൻ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇവിടെ ഒരു ഓക്സിജൻ കിട്ടിയാൽ അത് CHO എന്നാകും. ഈ ബോണ്ട് പൊട്ടണില്ലല്ലോ, സിംഗിൾ ബോണ്ട്. അപ്പോൾ ആ സിംഗിൾ ബോണ്ട് ഞാൻ വരച്ചു, തൊട്ടടുത്തും CHO എന്നാകും. അപ്പോൾ ഈ ഒരു ഫ്രാഗ്മെൻറ്റ് CHO CHO, ഈ ഒരു ഫ്രാഗ്മെൻറ്റും CHO CHO, ഈ ഒരു ഫ്രാഗ്മെൻറ്റും CHO CHO, വിച്ച് മീൻസ് 3 മോൾ CHO CHO. CHO CHOയെ നമ്മൾ വിളിക്കുന്ന പേര് ഗ്ലയോക്സാൽ എന്നാണ്. 3 മോൾ ഗ്ലയോക്സാൽ കിട്ടും. 1 മോൾ ബെൻസീനിന് ഓസോണോളിസിസ് നടത്തിയാൽ 3 മോൾ ഗ്ലയോക്സാൽ കിട്ടും. എടാ ചിലപ്പോഴൊക്കെ പരീക്ഷയ്ക്ക് ഈ റിയാക്ഷൻ്റെ ഇൻ്റർമീഡിയറ്റ് ചോദിക്കാറുണ്ട്. ദാറ്റ് ഈസ് ട്രൈ ഓസോണൈഡ് എന്നാണ് പേര്. ചിത്രം വരച്ച് ഞാൻ സമയം കളയുന്നില്ല. ഇതിൻ്റെ പേര്, ഇൻ്റർമീഡിയറ്റിൻ്റെ പേര് ട്രൈ ഓസോണൈഡ് എന്നാണ്. ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ പേര് ഗ്ലയോക്സാൽ എന്നാണ്, മറക്കാതിരിക്കുക. ആക്ഷൻ ഓഫ് KMnO4. എടാ KMnO4 ഡബിൾ ബോണ്ടിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുക? എടാ സിമ്പിളാണ്. ഡബിൾ ബോണ്ട് പൊട്ടും, ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും. മനസ്സിലാക്കി വെക്ക്, ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും. എന്നിട്ട് ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്ത് ഹൈഡ്രജൻ ആണെങ്കിൽ കാർബോക്സിലിക് ആസിഡ് തരും. ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്തൗട്ട് ഹൈഡ്രജൻ ആണെങ്കിൽ അത് കീറ്റോൺ തരും. ഞാൻ എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ കൃത്യമായിട്ട് മനസ്സിലാകും. എല്ലാവരും ശ്രദ്ധിച്ചോ കുഞ്ഞുങ്ങളെ. CH3 സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് C, CH3 നേരത്തെ കണ്ട ആൾ തന്നെയാണ്. അതിലേക്ക് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് KMnO4 ആണ്. എന്ത് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞേ? ഡബിൾ ബോണ്ട് വിൽ ബ്രേക്ക്, ഡബിൾ ബോണ്ട് പൊട്ടും. ഇത് ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്ത് ഹൈഡ്രജനാ. അപ്പോൾ അവിടെ കാർബോക്സിലിക് ആസിഡ് ഉണ്ടാകും, COOH. അപ്പോൾ CH3COOH കിട്ടും. പ്ലസ് ഇത് ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്തൗട്ട് ഹൈഡ്രജനാ. അപ്പോൾ ഈ കാർബൺ അല്ലേടാ ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്തൗട്ട് ഹൈഡ്രജൻ, അത് കീറ്റോൺ ആകും, CH3COCH3. അപ്പോൾ ദി പ്രൊഡക്റ്റ് ഫോംഡ് ഈസ് എയ്തർ കീറ്റോൺ ഓർ കാർബോക്സിലിക് ആസിഡ്. അതാണ് KMnO4 ആണെങ്കിലുള്ള വ്യത്യാസം. അത് വെച്ചും ക്വസ്റ്റ്യൻ വരാറുണ്ട്. എടാ അടുത്തത് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നിരിക്കൽ നിക്കൽ, അല്ലെങ്കിൽ പലേഡിയം, അല്ലെങ്കിൽ പ്ലാറ്റിനം. എന്താ സംഭവിക്കുക അറിയോ? എല്ലാ ഡബിൾ ബോണ്ടും, എല്ലാ ട്രിപ്പിൾ ബോണ്ടും, എല്ലാവരും ഇത് ഉപയോഗിച്ചാൽ സിംഗിൾ ബോണ്ടായി മാറും. സിമ്പിൾ. അപ്പോൾ നോക്കിയാൽ CH2 ഡബിൾ ബോണ്ട് CH2യിലേക്ക് നിക്കൽ ഇട്ടു, എന്ത് കിട്ടും? സിംഗിൾ ബോണ്ടാകും. ആവശ്യത്തിന് ഹൈഡ്രജനും ആഡ് ചെയ്യും, CH3. എടാ CH ട്രിപ്പിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2യിലേക്ക് ഞാൻ പലേഡിയം ഇട്ടു. അല്ല സാറേ ഇതിന് മാത്രമൊക്കെയുള്ള കപ്പാസിറ്റി പലേഡിയത്തിന് ഉണ്ടോയെന്ന് ടെൻഷൻ ആവണ്ട. ഇഷ്ടം പോലെ ഹൈഡ്രജൻ ഉണ്ട് അവരുടെ കൂടെ. അതുകൊണ്ടുള്ള ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് കംപ്ലീറ്റ്ലി പൊട്ടിച്ചിട്ട് അതെല്ലാം സിംഗിൾ ബോണ്ടാക്കി ആവശ്യത്തിന് ഹൈഡ്രജൻ നിറച്ചങ്ങോട്ട് പണ്ടാരടക്കി കൊടുക്കും. CH2 നോക്കിക്കേ, 5 കാർബണുള്ള കംപ്ലീറ്റ്ലി ഹൈഡ്രോജിനേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പം മോനെ ബെൻസീനാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നതെങ്കിലോ, ബെൻസീനിലേക്കാണ് ഈ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നത്, ഞാൻ നിക്കലിട്ട് ചൂടാക്കിയതെങ്കിലോ, സിമ്പിൾ. ബെൻസീനിലെ എല്ലാ ബോണ്ടും പൊട്ടും, ബെൻസീനിലെ എല്ലാ ഡബിൾ ബോണ്ടും പൊട്ടി സിംഗിൾ ബോണ്ടാകും, സൈക്ലോഹെക്സൈൻ കിട്ടും. ക്ലിയർ അല്ലേ മോനെ? എന്ന പോലെ പഠിക്കേണ്ട ഒരാളാണ് അഡീഷൻ ഓഫ് ഹാലജൻ. ഹാലജൻ ആഡ് ചെയ്യുമ്പോഴും ഇതുപോലെയാണ്. CH2 ഡബിൾ ബോണ്ട് CH2യിലേക്ക് ഞാൻ ക്ലോറിൻ ആഡ് ചെയ്തു, ക്ലോറിൻ Cl2. എന്താ സംഭവിക്കുക? ഡബിൾ ബോണ്ട് പൊട്ടും.
അപ്പോൾ അത് CH2 സിംഗിൾ ബോണ്ട് CH2 ഡബിൾ ബോണ്ട് പൊട്ടും. എന്നിട്ട് ഇവിടെ ക്ലോറിൻ ആഡ് ചെയ്യും. ഇതേ സാധനം നമ്മൾ ബെൻസീനിലാണ് നടത്തുന്നതെന്നുണ്ടെങ്കിലോ, ഇവിടെ ബെൻസീൻ. എടാ, ഒരു ഡബിൾ ബോണ്ടിലേക്ക് ഒരു ക്ലോറിൻ അല്ലേ ആഡ് ചെയ്യുക? 3 ഡബിൾ ബോണ്ടിലേക്ക് അപ്പം 3 ക്ലോറിൻ ആഡ് ചെയ്യേണ്ടി വരും. ഈ റിയാക്ഷൻ കുറച്ച് സ്ലോ റിയാക്ഷനാണ്, കുറച്ചധികം ഫോഴ്സ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇതിനെ ഹീറ്റൊക്കെ കൊടുത്ത് നല്ല എനർജിയൊക്കെ കൊടുത്തിട്ട് ഈ റിയാക്ഷൻ നടക്കുള്ളൂ. നടന്നു കിട്ടിയാൽ എന്ത് സംഭവിക്കും? ഡബിൾ ബോണ്ട് ഫുള്ള് പൊട്ടും. ഈ ഡബിൾ ബോണ്ട് പൊട്ടിയതിൻ്റെ പേരിൽ ഇങ്ങോട്ടും ഓരോ ക്ലോറിൻ വരും. ഇത് പൊട്ടിയതിൻ്റെ പേരിൽ ഇവിടെയും ക്ലോറിൻ, ഇവിടെയും ക്ലോറിൻ, ഇങ്ങനെയൊക്കെ കിട്ടും. ഈ കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ പേരാണ് ബെൻസീൻ ഹെക്സാക്ലോറൈഡ്. ഞങ്ങൾ അതിനെ ഷോർട്ടാക്കിയിട്ട് BHC എന്ന് വിളിക്കാറുണ്ട്. എടാ, അതിൻ്റെ ഫോർമുല എന്താ? C6H6Cl6 അല്ലേടാ? ബെൻസീൻ എന്ന് പറഞ്ഞാൽ C6H6 ആണല്ലോ. അതിലേക്ക് 6 ക്ലോറിനും കൂടി കയറി വന്നു. അപ്പോൾ ആ ഫോർമുലയിലെ മനോഹാരിത പ്രമാണിച്ച് 666 എന്നും ഈ കോമ്പൗണ്ടിനെ ഓമന പേരുണ്ട്. ഗമക്സീൻ എന്നിതിനെ വിളിക്കാറുണ്ട്. ചില നാട്ടിലൊക്കെ ഇതിനെ ലിൻഡെയിൻ എന്നാണ് പേര് വിളിക്കാറ്. കഴിഞ്ഞു. എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. ഈ പേരുകളെല്ലാം ഓർത്തു വെക്കേണ്ടതാണ് കുഞ്ഞുങ്ങളെ. ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ, ട്രിപ്പിൾ ബോണ്ടുള്ള ആളില്ലേടാ ആൽക്കൈൻ. അതിനൊരു വിശേഷമുണ്ട്. എന്താണെന്നറിയോ? ട്രിപ്പിൾ ബോണ്ടുള്ള ആൾക്കാരിൽ ചിലരൊക്കെ അസിഡിക്കാണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ഒരു അവസാനത്തെ ടോപ്പിക്കായിട്ട് അതൊന്ന് എഴുതിക്കോ. ആസിഡിറ്റി ഓഫ് 1 ആൽക്കൈൻ. അതായത് ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിൻ്റെ കൂടെ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ആ ഹൈഡ്രജൻ ആസിഡിക് ആണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഹൈഡ്രജൻ ആസിഡിക് ആണ്. അതുകൊണ്ടാണ് ഈ ഹൈഡ്രജൻ ഉള്ള കാരണം കൊണ്ട് നേരത്തെ ബിർച്ച് റിഡക്ഷൻ നടക്കാതെ പോയത്. ഈ ഹൈഡ്രജൻ പോയി പകരം അവിടെ സോഡിയം കയറി വന്നില്ലേടാ. അതൊക്കെ അസിഡിറ്റിയുടെ ഒരു ലക്ഷണമാണ്. അപ്പോൾ അസിഡിറ്റി ഉള്ളത് കൊണ്ടാണ്, അസിഡിക് ആയതുകൊണ്ടാണ് ബിർച്ച് റിഡക്ഷൻ നടക്കാതെ പോയത്. ഓർത്തു വെച്ചോ, ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിൻ്റെ കൂടെ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അയാൾ അസിഡിക്കാ. എടാ, എ എന്ന് പറയുന്ന ആൾ CH ട്രിപ്പിൾ ബോണ്ട് CH, ബി എന്ന് പറയുന്ന ആൾ CH3 സിംഗിൾ ബോണ്ട് C ട്രിപ്പിൾ ബോണ്ട് CH, സി എന്ന് പറയുന്ന ആൾ CH3 സിംഗിൾ ബോണ്ട് C ട്രിപ്പിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് CH3. ഈ 3 ആളുകളിൽ ആരാണ് ഏറ്റവും അസിഡിക് എന്ന് പറഞ്ഞേ? എടാ, അസിഡിറ്റി ആര് കാരണം ഉണ്ടാകണേ? ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിൻ്റെ കൂടെയുള്ള ഹൈഡ്രജൻ കാരണമാണ്. അപ്പോൾ ഇവിടെ അങ്ങനത്തെ 2 ഹൈഡ്രജൻ ഇല്ലേ? ലെഫ്റ്റിലും അസിഡിക് ഹൈഡ്രജൻ, റൈറ്റിലും അസിഡിക് ഹൈഡ്രജൻ. സോ എ ആണ് ഏറ്റവും കൂടുതൽ അസിഡിക്. പിന്നെ ബി, കാരണം അതിലൊരാളേ ഉള്ളൂ. പിന്നെ സി, കാരണം എന്താ? ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിൻ്റെ കൂടെ ഹൈഡ്രജൻ ഇല്ല. സോ അസിഡിറ്റിയുടെ ഓർഡർ ABC എന്ന് വരും. ഈ ചാപ്റ്ററിൽ നിന്ന് ഈ പഠിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് ചെയ്തു നോക്കാം. ഹൈഡ്രോ കാർബൺ വിച്ച് ഈസ് ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ആവണമെങ്കിൽ കാർബണിൻ്റെ എണ്ണം 5 മുതൽ 17 വരെയുള്ള ആളായിരിക്കണം. സോ 1 പെൻറ്റെയിൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രൊഡക്ട്സ് ഈസ് ഫോംഡ് വെൻ നോർമൽ ഹെപ്റ്റെയിൻ? ഹെപ്റ്റെയിൻ ഈസ് പാസ്ഡ് ഓവർ L2O3 കാറ്റലിസ്റ്റ് അറ്റ് 773 Kelvin. വായിച്ചാൽ മനസ്സിലാകും. ദ റിയാക്ഷൻ ഈസ് അരോമറ്റൈസേഷൻ. സോ ദി പ്രൊഡക്റ്റ് ഈസ് ടൊളുവിൻ. പച്ചക്ക് ചോദിച്ചു, പച്ചക്ക് പറഞ്ഞു തന്നതാണ്. സോഡിയം സാൾട്ട് ഓഫ് X ഈസ് ഹീറ്റഡ് വിത്ത് സോഡ ലൈം ഗീവ്സ് ഇഥെയിൻ. എടാ, ഇഥെയിൻ കിട്ടുന്നുണ്ടല്ലോ. ഇഥെയിൻ കിട്ടണമെങ്കിൽ ഇവിടെ നിന്നൊരു കാർബൺ ഡൈ ഓക്സൈഡ് പോയിട്ടുണ്ടാവില്ലേ? സോഡ ലൈം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഡീകാർബോക്സിലേഷൻ നടന്നു എന്നല്ലേ? സോഡ ലൈം എന്ന് പറഞ്ഞാൽ ഡീകാർബോക്സിലേഷൻ നടന്നു. അപ്പോൾ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് പോയിട്ടുണ്ടാവും. വിച്ച് മീൻസ് ഇതിൻ്റെ റിയാക്റ്റൻറ്റിൽ ഈ CH3CH2 എന്നതിൻ്റെ കൂടെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ സോഡിയം സോൾട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ഓൾറെഡി ഇപ്പോൾ പ്രൊഡക്റ്റിൽ 2 കാർബൺ ഉണ്ടെങ്കിൽ റിയാക്റ്റൻറ്റിൽ 3 കാർബൺ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ 3 കാർബണുള്ള ആസിഡ് ആരാ? പ്രൊപ്പനോയിക് ആസിഡ്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 3. Among the following, select the alkane that is expected to have lowest boiling point. ഹെക്സൈനിൽ 6 കാർബൺ, 2-methyl പെൻറ്റൈനിലും 6 കാർബൺ, 3-methyl പെൻറ്റൈനിലും 6 കാർബൺ, 2,2-dimethyl പ്രൊപ്പൈനിൽ 5 കാർബൺ. 5 കാർബൺ ഏതാ? ഓപ്ഷൻ 4. കാർബണിൻ്റെ എണ്ണം കുറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റും കുറയും. ആൽക്കെയിൻസ് ആർ ഓൾസോ നോൺ ആസ് പാരഫീൻസ്. പച്ചക്ക് പറഞ്ഞ സാധനമാണ്. ഫൈനൽ പ്രൊഡക്റ്റ് ഓഫ് കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഹൈഡ്രോ കാർബൺ. ഹൈഡ്രോ കാർബണിനെ കംപ്ലീറ്റ് ഓക്സിഡൈസ് ചെയ്താൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കിട്ടും.
ഐസോമറൈസേഷൻ ഇൻ ആൽക്കൈൻ ക്യാൻ ബി ബ്രോട്ട് അബൌട്ട് ബൈ ആൻഹൈഡ്രസ് AlCl3 ആൻഡ് HCl ഞാൻ പഠിപ്പിച്ചതാണ്. വുഡ്സ് റിയാക്ഷനിൽ നോർമൽ ഹെക്സൈന് കിട്ടി. എടാ ഹെക്സൈൻ എന്ന് പറഞ്ഞാൽ CH3 CH2 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 CH3 ഇതല്ലേടാ ഹെക്സൈൻ. ഈ ഹെക്സൈൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്തുപയോഗിക്കണം? ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു ആൽക്കൈൽ ഗ്രൂപ്പിനെ ഇങ്ങോട്ടും അതേ ആൽക്കൈൽ ഗ്രൂപ്പിനെ തിരിച്ചും എഴുതിയിട്ട് അവർക്കിടയിൽ പുതിയ ബോണ്ട് ഉണ്ടാവും. അപ്പോൾ ഈ ബോണ്ട് പുതിയതുണ്ടായതാ. അപ്പോൾ അതിന് മുമ്പ് അതിൻ്റെ എക്സാക്റ്റ് മിഡിലേക്ക് വന്നാൽ മതി, പ്രൊഡക്റ്റിൽ നിന്ന് റിയാക്റ്റൻ്റ് ഒഴിക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഇതാണ് അതിൽ ആൽക്കൈൽ ഗ്രൂപ്പ് CH3 CH2 CH2. അതിൽ നിന്നൊരു ക്ലോറിൻ പോയതാണല്ലോ, അപ്പോഴല്ലേ അത് റിയാക്റ്റൻ്റ് ആവുക. അപ്പോൾ 1 ക്ലോറോ അല്ലെങ്കിൽ നോർമൽ പ്രൊപ്പൈൽ ക്ലോറൈഡ്, ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വുഡ്സ് റിയാക്ഷനെ കൃത്യമായി ഒന്ന് വായിച്ചു നോക്കിയിട്ട് നോട്ടിൽ എന്താ എഴുതിയതെന്നൊന്ന് മനസ്സിലാക്കിയാൽ ഇതിൻ്റെ ആൻസർ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നോർമൽ ബ്യൂട്ടൈൻ കൺവേർട്സ് ടു ഐസോബ്യൂട്ടൈൻ. നോർമൽ ബ്യൂട്ടൈനിനെ ഐസോബ്യൂട്ടൈൻ ആക്കി മാറ്റുന്നത് AlCl3 അല്ലേടാ. ഐസോമറൈസേഷൻ റിയാക്ഷൻ ഞാൻ പഠിപ്പിച്ചതാണ്. ഈസ് ഓഫ് ഡീഹൈഡ്രോ ഹാലോജിനേഷൻ, ഇത് ഞാൻ പറഞ്ഞില്ല, ഒന്ന് ശ്രദ്ധിച്ചോ. ഡീഹൈഡ്രോ ഹാലോജിനേഷനിൽ ഒരു ഹാലജൻ പോകുന്നുണ്ടല്ലോ, ആ പോകാൻ ഏറ്റവും നല്ലത് അയഡിനാണ്, പിന്നെ ബ്രോമിനാണ്, പിന്നെ ക്ലോറിനാണ്, പിന്നെ ഫ്ലൂറിനാണ്. അതായത് അതിൻ്റെ സ്പീഡ്, അയഡിൻ അവിടെ നിന്ന് പോകുന്ന ആ ഹാലജൻ അവിടെ നിന്ന് പോകുന്നതിൻ്റെ സ്പീഡ് ഏറ്റവും കൂടുതൽ അയോഡിനാണ്, പിന്നെ ബ്രോമിൻ, പിന്നെ ക്ലോറിൻ. സോ ദി ആൻസർ ഓപ്ഷൻ 1. ലിൻഡ്ലേഴ്സ് കാറ്റലിസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ കൺട്രോൾഡ് ഹൈഡ്രോജിനേഷൻ. കാരണം ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിനെ ഡബിൾ ബോണ്ട് ആക്കുമ്പോൾ ആവശ്യത്തിന് ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് ഹൈഡ്രോജിനേഷൻ ഓർ റിഡക്ഷൻ. മനസ്സിലാക്കി വെച്ചോ. കൺട്രോൾഡ്, എന്തുകൊണ്ടാണ് കൺട്രോൾഡ് എന്ന് പേര് പറഞ്ഞത്? ട്രിപ്പിൾ ബോണ്ടിനെ ഡബിൾ ബോണ്ടേ ആക്കിയുള്ളൂ, സിംഗിൾ ബോണ്ട് ആക്കിയില്ല. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചു. അതാണ് കൺട്രോൾഡ് ഹൈഡ്രോജിനേഷൻ. ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ, ഹൈഡ്രജൻ ആൻഡ് ഹാലജൻ ആർ റിമൂവ്ഡ് ഫ്രം അഡ്ജസൻറ്റ് കാർബൺ ആറ്റം. രണ്ടും അടുത്തടുത്തുള്ള കാർബൺ ആറ്റത്തിൽ നിന്നല്ലേ ഹൈഡ്രജനും ഹാലജനും റിമൂവ് ചെയ്യപ്പെടുക. ആൻറ്റി മാർക്കോണിക് ഓഫ് അഡീഷൻ ഓഫ് HBr ഇസ് നോട്ട് ഒബ്സർവ്ഡ് ഇൻ. എടാ മാർക്കോണിയോ ആൻറ്റി മാർക്കോണിയോ ഒക്കെ വർക്കാവണമെങ്കിൽ അൺസിമെട്രിക്കലി ആൽക്കീൻ വേണ്ടേ? അൺസിമെട്രിക്കൽ ആൽക്കീൻ ഉണ്ടെങ്കിലല്ലേ എടാ അവിടെ ഈ റൂളൊക്കെ ഒബ്സർവബിൾ ആയിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ ബ്യൂട്ട് 2E നോക്കിക്കേ, CH3 CH ഡബിൾ ബോണ്ട് CH3, ഇത് അൺസിമെട്രിക്കലാ സിമെട്രിക്കലാ? ഇത് സിമെട്രിക്കലാ. അപ്പോൾ ഇവിടെ എങ്ങോട്ട് H ആഡ് ചെയ്യും, എങ്ങോട്ട് Br ആഡ് ചെയ്യുമെന്ന് മാർക്കോണിയോ അവൻ്റെ ആൻറ്റിയോ ഒന്നും പറയണ്ട, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാവും എങ്ങോട്ട് ആഡ് ചെയ്താലും ഒരുപോലെയാണ്. അപ്പോൾ ഇവിടെ മാർക്കോണിയോ ആൻറ്റിയോ വർക്കാവില്ല. സോ ഓപ്ഷൻ 3. 2-methyl pent2ene 1 2 3 4 2-methyl pent2ene എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ശരിയല്ലേടാ? ഹൈഡ്രജൻ ഫില്ല് ചെയ്താൽ ഇവിടെ CH3, ഇവിടെ C, ഇവിടെ CH3, ഇവിടെ CH CH2 CH3. എന്നിട്ട് എന്താ സംഭവിച്ച്? ഓസോണോളിസിസ് നടത്തി. ഓസോണോളിസിസ് നടത്തിയ സിമ്പിളാ, ഇതിങ്ങോട്ട് പൊട്ടിക്കുക, ഇവിടെ O, ഇവിടെ O. അപ്പോൾ അസറ്റോണ് കിട്ടും അല്ലേ, അല്ലെങ്കിൽ പ്രൊപ്പനോൺ കിട്ടും. എങ്ങനെയാ പറഞ്ഞേ? പ്രൊപ്പനോൺ എന്നാ പറഞ്ഞേ. ഓക്കെ, ഇതിൻ്റെ പേര് പ്രൊപ്പനോൺ അല്ലെങ്കിൽ പ്രൊപ്പൻ 2 ഓൺ. ഇതിൻ്റെ പേരെന്താ? പ്രൊപ്പനാൽ. 1 2 3 കാർബണുള്ള ആൽഡിഹൈഡ് പ്രൊപ്പനാൽ. അപ്പോൾ പ്രൊപ്പൻ 2 ഓണും പ്രൊപ്പനാലും. ഓപ്ഷൻ 4 ഈസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നോക്കിക്കേടാ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആൽക്കൈൻ ഈസ് മോസ്റ്റ് അസിഡിക്? സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതാണ്. ഓപ്ഷൻ 4 ഈസ് ദി കറക്റ്റ് ആൻസർ. സിമിലർ ടു ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ്, ബെൻസിൻ ഓൾസോ അണ്ടർഗോ ഓസോണോളിസിസ്. പഠിപ്പിച്ചതാണ്. ഇൻ ദി സീക്വൻസ് ഓഫ് ദി ഗിവൺ റിയാക്ഷൻ ഐഡൻറ്റിഫൈ X ആൻഡ് Y. കുഞ്ഞുങ്ങളെ, ബെൻസീനിനെ ഓസോണോളിസിസ് നടത്തിയാലുള്ള ഫൈനൽ പ്രൊഡക്റ്റ് ഗ്ലയോക്സാലാണെന്നും ഇൻ്റർമീഡിയറ്റ് ട്രൈ ഓസോണൈഡ് ആണെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഫൈനൽ പ്രൊഡക്റ്റ് ഗ്ലയോക്സാൽ, ഇൻ്റർമീഡിയറ്റ് ട്രൈ ഓസോണൈഡ്. ദി ഫൈനൽ പ്രൊഡക്റ്റ് ഇൻ ദി ഗിവൺ റിയാക്ഷൻ ആരാ വന്നേക്ക് നോക്കിയേ? KMnO4. KMnO4 വന്നാൽ എന്താ സംഭവിക്കുക? ഡബിൾ ബോണ്ട് പൊട്ടും. എടാ അപ്പോൾ ഈ കോമ്പൗണ്ടിലെ ഡബിൾ ബോണ്ടാണ് പൊട്ടിയാൽ ഈ ഭാഗം ഇങ്ങനെ ഒഴിഞ്ഞു നടക്കൂലേ? ഈ ഡബിൾ ബോണ്ടാണ് പൊട്ടും. എന്നിട്ട് ഞാൻ പറഞ്ഞു ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്ത് ഹൈഡ്രജൻ വിൽ പ്രൊഡ്യൂസ് കാർബോക്സിലിക് ആസിഡ്. ഇവിടെ ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഇവിടെ ഹൈഡ്രജൻ 1 ഉണ്ട്, ഇവിടെയും ഹൈഡ്രജൻ 1 ഉണ്ട്. ബാക്കി വാലൻസി എണ്ണി നോക്കിയാൽ മതി. അതുകൊണ്ട് അത് COOH കാർബോക്സിലിക് ആസിഡായി മാറും. സോ ദി ആൻസർ ഓപ്ഷൻ 4. ക്ലിയർ അല്ലേ?
നെക്സ്റ്റ് നോക്കിയടാ, വിച്ച് ഓഫ് ദി ഫോളോയിങ് കനോട്ട് ഫോം ഓസോണൈഡ്. എടാ ഓസോണൈഡ് ഉണ്ടാവണമെങ്കിൽ ഓസോണോളിസിസ് നടക്കണം. ഓസോണോളിസിസ് നടക്കണമെങ്കിൽ ഒന്നിരിക്കൽ ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടോ വേണം. ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു കിടുതാപ്പുമില്ല. സോ ദി ആൻസർ ഓപ്ഷൻ 4. എംപിരിക്കൽ ഫോർമുല ഓഫ് ബെൻസീൻ. ബെൻസീൻ്റെ ഫോർമുല C6H6 ആൻഡ് അസറ്റിലീൻ. അസറ്റിലീൻ്റെ ഫോർമുല CH ട്രിപ്പിൾ ബോണ്ട് CH അഥവാ C2H2. രണ്ടിൻ്റെയും എംപിരിക്കൽ ഫോർമുല CH എന്ന് തന്നെയല്ലേ ഇടാ വരിക. സോ ആൻസർ ഓപ്ഷൻ 3. കെമിക്കൽ നെയിം ഓഫ് ദി ഇൻസെക്ടിസൈഡ് ഗെമക്സീൻ. ഗെമക്സീൻ്റെ കെമിക്കൽ നെയിം ബെൻസീൻ ഹെക്സാക്ലോറൈഡ് എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. മുന്നേ എൻട്രൻസിന് ആവശ്യമുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് അവൈലബിളായ സമയം കൊണ്ട് മാക്സിമം നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തത്. എൻട്രൻസ് എഴുതാൻ താല്പര്യമുള്ള നിൻ്റെ ചങ്കത്തികൾക്കൊക്കെ ഇതൊക്കെ ഒന്ന് അയച്ചു കൊടുത്തിട്ട് ഞങ്ങളൊന്ന് സഹായിച്ച് സന്തോഷിപ്പിച്ചേക്ക്. 2026 നീറ്റിന് നിങ്ങൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം CM അക്കാഡമിയുടെ കൂടെയാക്കുന്നത് നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ ആഗ്രഹിച്ച കോളേജിലേക്ക് എത്തുന്നതിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെ പ്രീവിയസ് ഇയറുകളിൽ ഞങ്ങൾ ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റുഡൻസ് ഞങ്ങളിൽ നിന്ന് MBBSനും അതുപോലെ NIT കോളേജുകളിലുമെല്ലാം ജോയിൻ ചെയ്തിട്ടുണ്ട്. +2ൻ്റെ കൂടെ പോലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യാൻ നമ്മുടെ സ്റ്റുഡൻസിന് സാധിച്ചിട്ടുണ്ട്. 100-ൽ 33+ വിദ്യാർത്ഥികൾക്ക് MBBS വാങ്ങിച്ചു കൊടുക്കാൻ പ്രീവിയസ് ഇയറുകളിൽ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ടാണതെന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ. ബേസ് മുതൽ നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരും. കെമിസ്ട്രിയെ നീ കണ്ടിട്ടുള്ളൂ. ഞങ്ങളുടെ കെമിസ്ട്രിയേക്കാൾ എത്രയോ മെച്ചമാണ് ഫിസിക്സും സുവോളജിയും ബോട്ടണിയും. അത് പക്ഷേ ഓൺലൈൻ ക്ലാസ്സുകളിൽ അവൈലബിൾ അല്ല. ഓഫ്ലൈനായിട്ട് വാ, നേരിട്ട് സംസാരിക്കാം. താങ്ക് യു.